പൂരാവേശത്തിൽ തൃശൂർ. പൂരാവേശം കൊട്ടിക്കേറി തൃശൂർ നഗരം. ഗജരാജൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ സാന്നിധ്യമാണ് രാവിലെ പൂരപ്പറമ്പിനെ ആവേശം കൊള്ളിച്ചത്. കോങ്ങാട് മധുവിന്റെ പ്രാമാണിത്വത്തിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യവും വിവിധ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പും പൂരത്തിന് മാറ്റുകൂട്ടി. ഇലഞ്ഞിത്തറ മേളത്തിനും കുടമാറ്റത്തിനുമാണ് ഉത്സവപ്രേമികൾ ഇനി കാത്തിരിക്കുന്നത്. വൈകിട്ട് 5:30യോടെയാണ് കാഴ്ചയുടെ വിസ്മയമായ കുടമാറ്റം നടക്കുക. സമഗ്ര കവറേജുമായി 24 ടീം തയ്യാറാണ്. പൂരനഗരിയിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം, സ്മിത ഹരിദാസ്, നിഖിൽ പ്രമേഷ്, എസ് ശ്രീകാന്ത്, വിപിൻ സി വിജയൻ എന്നിവർ ചേരും. ആദ്യം നമ്മൾ പോകുന്നത് നിഖിൽ പ്രമേഷിലേക്കാണ്. നിഖിൽ, വലിയ ആവേശം തൃശൂരിൽ. ഇനി ഇലഞ്ഞിത്തറ മേളത്തിനും ഒപ്പം കുടമാറ്റത്തിനുമായുള്ള കാത്തിരിപ്പാണല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ നിഖിൽ? മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആസ്വദിച്ച് തീർന്ന പൂരപ്രേമികൾക്കിടയിലേക്ക് ഇനി എല്ലാവരുടെയും ശ്രദ്ധ, ഇനി എല്ലാവരുടെയും ഫോക്കസ് സ്വാഭാവികമായിട്ടും ഉന്മേഷം സൂചിപ്പിച്ച പോലെ തന്നെ എന്റെ പുറകിൽ കാണുന്ന ഈ പടിഞ്ഞാറ് നടയിലൂടെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ച് ഇലഞ്ഞിമരച്ചോട്ടിനടിയിൽ നടക്കുന്ന ആ മഹാവിസ്മയത്തിലേക്കാണ് ഇനി എല്ലാവരുടെയും ശ്രദ്ധ പതിയാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഇലഞ്ഞിത്തറ മേളത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ പടിഞ്ഞാറ് നടയിൽ നിന്ന് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ആളുകളൊക്കെ ആദ്യം തന്നെ അതിന് മുന്നിൽ പോയി നിന്നുകൊണ്ട് ഇലഞ്ഞിത്തറ മേളം നന്നായി ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം പിടിക്കുകയാണ്. അത്ര തിരക്കായിരിക്കുമെന്ന് ഉറപ്പാണ്. ഒരുപക്ഷെ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിപ്പുറം ഇത്രയും വലിയ തിരക്ക് അനുഭവപ്പെട്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് പൂരപ്രേമികൾ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യം. ഇവിടെ സ്ഥിരമായി വരുന്ന ആളുകൾക്കൊക്കെ അത് നന്നായി റിലേറ്റ് ചെയ്യാൻ കഴിയും. അത് ഈ തവണ പൊതുവെ രൂപപ്പെട്ടിട്ടുള്ള ഒരു സമാധാന അന്തരീക്ഷം, അതിന്റെ ഒരു പ്രതിഫലനമായിരിക്കണം എന്ന് വേണം നമുക്ക് കരുതാൻ. ഈ സമയമൊക്കെ സാധാരണ നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ ഇത്രയധികം ആളുകൾ സ്വാഭാവികമായിട്ടും ഈ സമയത്ത് ഈ നടയിൽ ഉണ്ടാകാറില്ല. പക്ഷെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. അതിനർത്ഥം കൂടുതൽ ആളുകൾ, പരമാവധി ആളുകൾ ഇത്തവണ പൂരം നേരിട്ട് കാണണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെ എത്തിച്ചേർന്നു എന്നുള്ളത് പ്രകടമാണ്. ആ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തൃശ്ശൂർക്കാരെന്ന് മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ തിരക്കാണ് ഇപ്പോൾ ഇവിടെ പുറകിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ ഓരോ ഘടകപൂരങ്ങളായി, രാവിലെ കണിമംഗലം ശാസ്താവാണ് ആദ്യം വന്നത്. അതിന് പിന്നാലെ ഓരോ ഘടകപൂരങ്ങളായി ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. കണിമംഗലം ശാസ്താവ് കൃത്യം 5 മണിക്ക് തന്നെ ശങ്കരൻകുട്ടി എന്ന ഗജവീരന്റെ തിടമ്പിലേറി ഇവിടേക്ക് ഈ പടിഞ്ഞാറൻ നടയിലൂടെയാണ് അകത്തേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം തെക്കേ ഗോപുര നടയിലൂടെ ഇറങ്ങി. മറ്റെല്ലാവരുടെയും ഒരു ആങ്സൈറ്റി, എല്ലാവരുടെയും ഒരു പ്രതീക്ഷ, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നത് രാമനെ കുറിച്ചായിരുന്നു. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്ന ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ആനയെ കാണുന്നതിന് വേണ്ടിയിട്ട് തെക്കേ ഗോപുര നടയിൽ വലിയ ആളുകൾ ഒഴുക്കുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് ആളുകളുണ്ട്, നമുക്ക് അവരോടൊക്കെ സംസാരിക്കാം. ചേട്ടൻ എവിടുന്ന? ഞാലക്കുട. ഓക്കെ, സുഖം തന്നെയാണ്? എല്ലാ വർഷവും വരുന്നതാണ്. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്താ? എല്ലാ കൊല്ലത്തിനേക്കാളും കൂടുതൽ നന്നായിട്ടുണ്ട്. ആളും കൂടുതലുണ്ട്. ചേട്ടൻ എവിടുന്ന? I don't know Tamil, Malayalam. Sorry. You're from? Came from Andhra Pradesh. അച്ഛാ, വെൽക്കം. അങ്ങനെ ഞാൻ അവിടെ ദൂരെ തന്നെ കണ്ടു, ഒരുപാട് സന്തോഷം. ഇങ്ങോട്ട് നിൽക്കാമോ? അങ്ങനെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ കുന്നംകുളം ബദനി സ്കൂളിന്റെ മാനേജർ. പേര് ബെഞ്ചമിന്, പത്തനംതിട്ട സ്വദേശി. 4-5 വർഷമായിട്ട് കുന്നംകുളത്തുണ്ട്, തൃശ്ശൂരിന്റെ ഭാഗമായിട്ടുണ്ട്. പൂരം കണ്ടില്ലെന്ന് പറയുന്നത് ഇനിയൊരു നാണക്കേടാന്ന് ചെയ്തുകൊണ്ട് ഈ വർഷം എങ്ങനെയുണ്ട് അച്ഛാ പൂരം, തൃശ്ശൂർ പൂരം? പൂരത്തെ കുറിച്ച് പറഞ്ഞാൽ ജാതിയില്ല, മതമില്ല, പ്രായമില്ല, വെയിലിന്റെ ചൂടൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്തു വന്നാലും ഈ പൂരത്തിൽ പങ്കെടുക്കുമെന്ന വികാരത്തിലാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പലരെയും കണ്ടുപിട്ടി. ഇവർ രണ്ടുപേരും ആംഗ്ലം മംഗളുമാണ്, കൊട്ടാരക്കരയിൽ നിന്ന് വന്നതാണ്. അധ്യാപകനും ഇദ്ദേഹം ഡോക്ടറുമാണ്, ഇത് അധ്യാപകനാണ്. ഇവരെല്ലാവരും ഈ പൂരത്തിന്റെ ഭാഗമാകാൻ വന്നവരാണ്. ഇങ്ങനെ ഒരു കൂടിച്ചേരലിന്റെ ഒരു സാംസ്കാരിക തനിമ പൈതൃകമായി കൈമാറാനുള്ള ഒരു അവസരം, ഒരു വേദി, ഒരു വലിയ കൾച്ചറൽ ഇവന്റ്, ഇതിന്റെ ഭാഗമാകാൻ ഒരിക്കലെങ്കിലും കഴിയുന്നത് വലിയ ഭാഗ്യമായിട്ട്. ടെലിവിഷനിലൂടെ സ്വാഭാവികമായിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിൽ അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഇവന്റ് ഉണ്ടോ? ഇപ്പൊ കുടമാറ്റമോ അല്ലെങ്കിൽ ഇലഞ്ഞിത്തറ മേളമോ വെടിക്കെട്ടോ? കുടമാറ്റമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഇരുന്ന് കാണുന്നതായിട്ടുള്ളത്. മറ്റ് ഈ പഞ്ചവാദ്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാം ഒരുപോലെയാണ് നമുക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ മെസ്സിയൊക്കെ ഇങ്ങനെ കുടമാറ്റത്തിനകത്ത് വരുമ്പോൾ അവിടെ നിൽക്കുന്നവരുടെ ഒരു ആവേശം. ഇനി ഈ വർഷം എന്താണ് പുതുതായിട്ട് വരുന്നത് എന്നുള്ളത് കാണാനായിട്ടാണ് ഞങ്ങളും കാത്തിരിക്കുന്നത്. അങ്ങ് കുടമാറ്റത്തിന് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും, അപ്പോൾ അച്ഛൻ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്നത് ഈ കുടമാറ്റത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങൾ കാത്തുവെച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ തവണ രാംലല്ലയും അങ്ങനെ ഒരുപാട് രാമന്റെ രൂപവും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ എന്താണ് കാത്തുവെച്ചിട്ടുള്ളത്? നമ്മൾ കുടകളൊക്കെ കണ്ടതാണ്, സർപ്രൈസ് കുടകൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ സർപ്രൈസ് കുടകളിൽ ഒരുപാട് സർപ്രൈസ് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങളൊക്കെ ആ കുട കാത്തിരിക്കണം, കുടമാറ്റം. അതെ, കാത്തിരിക്കണം. എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഉഷാറാവണം, അതാണ്. എന്താണ് നമ്മൾ കുടമാറ്റത്തിൽ
നല്ല നല്ല കുടകൾ ഉണ്ടാവണം. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നല്ല ഇവിടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള AI കൂടാന്നൊക്കെ പറയുന്നുണ്ട്, ഉണ്ടാവുമെന്ന് അറിയില്ല. ഉണ്ടായിരിക്കും ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഒരു ശക്തി വിളിച്ചു കാട്ടുന്ന അങ്ങനെ എന്തെങ്കിലും കൂടെ പ്രതീക്ഷ. നിഖിൽ, ഏതായാലും അവിടെയും പൂരപ്രേമികൾ വലിയ ആവേശത്തിലാണ്.